എവിടെ പോണം? ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോ മുതൽ ഞങ്ങളെ കൂടെ ഉള്ള ആളാണ്. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സമ്മർ വെക്കേഷൻ ഒക്കെ ആയിട്ട് രണ്ടുപേർക്കും വീട്ടിലിരുന്ന് ബോറടിക്കുക അത്ര കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോവാന്നൊക്കെ കുറെ ആയി കേട്ടോ പറയുന്ന രണ്ടുപേരും. അപ്പൊ ഇതാ ഒരാള്, അതാ ചാച്ചി. എന്താ അനുക്കുട്ട സങ്കടം? അനുവിനൊരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ട അനുക്കുട്ടയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? മാമാട്ടു. സമ്മറിനോട് എൻജോയ് ചെയ്യാനല്ല, നമ്മളോട് സമ്മറിൽ എൻജോയ് ചെയ്യാനാ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം അല്ലേ? പുതിയ ഡ്രസ്സൊന്നും ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഫിറ്റ് ആവുന്നില്ല. അപ്പം ഞാനത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ വീഡിയോ മൊത്തം എനിക്ക് എടുത്തിരുന്നൊക്കെ അനുവാണ്. ഇവിടെ ഓരോ സമയത്ത് ഓരോ എൻട്രി, ഓരോ സൈഡിലാണ് കേട്ടോ എൻട്രി വരുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ ഈ വീക്കെൻഡ്സിലൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ ഒരു കറക്കം, ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന എൻജോയ് ചെയ്യാന്നൊക്കെ ഉള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ഞാൻ ആ ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. രതീഷേണ് പക്ഷെ കുറച്ചുകൂടി പണ്ടത്തെ എൻ്റെയൊക്കെ ഒരു ടൈപ്പ് സ്വഭാവമാണ് കേട്ടോ. അതായത് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസസ്, കുറച്ച് മല, കുന്ന്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. ഒരാൾക്ക് പ്രകൃതിയോടും ഹിൽ ഏരിയ, നേച്ചറിനോടൊക്കെ താല്പര്യം. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഷോർട്സ് അത് ഭംഗിയുണ്ട് കേട്ടോ, വൈറ്റ് നല്ല ഭംഗിയുണ്ട്. എവിടെ പോണം? രതീഷേണ്ണ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെയുള്ള ഭയങ്കര നോയ്സി ആയിട്ടുള്ള ക്രൗഡഡ് അറ്റ്മോസ്ഫിയറിനൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടുള്ള ഇതുപോലെയുള്ള നേച്ചറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പുള്ളി ഇടയ്ക്കൊക്കെ എന്നോട് പറയും കേട്ടോ. ഞങ്ങൾ ചിക്മംഗ്ലൂരു ട്രിപ്പും അങ്ങനെയായിരുന്നു. ആദ്യം ഞാൻ എതിർത്തു കേട്ടോ, എനിക്ക് പറ്റില്ല, അത് കാടാണ്, എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോയി കഴിഞ്ഞപ്പോഴാണ് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ, അടിപൊളിയാണ്, ഒന്ന് പോകേണ്ടത് തന്നെയാണ്. പിന്നെ ആ റിസോർട്ട് പിന്നെ പറയാൻ വേണ്ട, അത് ഉഗ്രനായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോളിസ്റ്ററാ, പാർട്ടി വെയർ ആവും അല്ലേ? പാർട്ടി വെയറാ? ആ, നല്ല ഭംഗിയുണ്ട്. സിരി നേച്ചർ റോസ്റ്റ് പറഞ്ഞൊരു റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ ചിക്കമംഗ്ലൂർ താമസിച്ചത്. സൂപ്പർബായിരുന്നു. ന്യൂ ബോൺ ബേബീസിനുള്ളതാണ് കേട്ടോ. അത് കുഞ്ഞു പിള്ളേർക്ക്, ന്യൂ ബോൺ ബേബീസ് ഇല്ലേ അവർക്കുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ സെയിം ഒരു സ്വഭാവം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രിപ്പിൻ്റെയൊക്കെ കാര്യം വരുമ്പം ഇതുപോലെ കുറച്ച് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടം. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കമംഗ്ലൂർ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നേ പറയുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും സങ്കടം തോന്നാറുണ്ട് കേട്ടോ. അന്നേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. അന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമാണ് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. നോക്കട്ടെ, ആ ഫോട്ടോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ അല്ലേ? ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നല്ല മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇവരോടത് ചോദിക്കുമായിരുന്നു, സെയിം പ്രോഡക്റ്റ് ഇവിടെ കിട്ടുമോ എന്നുള്ളത്. ഇത് മേബ്ലീനാണ്, മേബ്ലീൻ പിന്നെ ലാക്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇത് എവിടെ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ആ പ്രോഡക്റ്റ് ഇവിടെ കിട്ടാനില്ല കേട്ടോ. അതെന്തോ ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ, പക്ഷെ ഇവിടെ ഇല്ല. എനിക്ക് സെയിം കൊറിയൻ പ്രോഡക്റ്റ് ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ട് മേബ്ലീനിലോ അല്ലെങ്കിൽ ലാക്മയിലോ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ലല്ലോ. അപ്പോൾ അവരെനിക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ് കേട്ടോ, മേബ്ലീൻ്റെ തന്നെയാണ്.
അതെന്നോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു കേട്ടോ. എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആണെന്നൊക്കെയാണ് പറയുന്നത്. നോക്കട്ടെ. ഞാൻ ഇത്രയൊന്നും ഹെവി ക്വാണ്ടിറ്റിയിൽ ബ്ലഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് കുറച്ചൊരു മടുപ്പാണ്. ഞാനൊരു ചെറിയ 1-2 ഡോട്ട് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇത് ഇത്രയും കുറേ ഹെവി ആയ പോലെ ആദ്യം എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ഇത്ര ആക്കണ്ട എന്നുള്ളത് പറഞ്ഞത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കളർ എനിക്ക് മാച്ച് ആവുന്ന പോലെ തോന്നി കേട്ടോ. അവരത് കഴിഞ്ഞ് 1-2 ഷെയ്ഡ് കൂടെ എൻ്റെ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്തു കേട്ടോ. ആദ്യം അപ്ലൈ ചെയ്തത് അവർ കളയും, ഇതുപോലെ വൈപ്പ് ചെയ്ത് കളയും. അതിന് ശേഷം പിന്നെ 1-2 ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്ത് തന്നു. ഞാനത് കാണിക്കാം കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് എനിക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെയാണ് എനിക്ക് എൻ്റെ സ്കിൻ ടോൺ മാച്ചായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത ഷെയ്ഡ് ഞാൻ ഇതിനകത്ത് കാണിക്കാം. പക്ഷേ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഡയറക്റ്റ് പോയി ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ അത് ആ ഷെയ്ഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. Which one suits for my skin tone? You want darker means you go with that. You want lighter means you go with this. ഇതല്ലേ ഭംഗി കുറച്ചുകൂടെ? ഭയങ്കര ഡാർക്ക് അല്ലേ? ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു. Which shade is this? ഇതാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് മാച്ച് ആണെന്ന് തോന്നുന്നു. എനിക്ക് മറ്റേ ഫ്ലവറില്ലേ ഈ ഗ്രീൻ എനിക്കിതാ ഇഷ്ടപ്പെട്ടു. യൂണിക്കോണോ? നല്ല ഭംഗിയുണ്ടല്ലേ? എല്ലാം നല്ല പ്രീമിയം വാച്ചസ് ആണ് കേട്ടോ. ക്യാരറ്റ് ലൈൻ ആണ് ഇവരുടെ ഇയറിങ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചേ. ആ ബട്ടർഫ്ലൈ ഇയറിംഗ് അല്ലേ? ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? അനുണ്ട് സെയിം. അനു അദ്വികയ്ക്ക് പ്ലേ സ്റ്റേഷനിൽ പോകാനുള്ള തിരക്കാണ് കേട്ടോ. ഞാനിവിടെ ലെവിയുടെ ഒരു ഷോറൂം കണ്ടു. അപ്പം നമുക്കൊന്ന് കയറി നോക്കിയാലോ, വെറുതെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതാ. അപ്പം എന്നോട് പറഞ്ഞതാ അനു വന്നിട്ട് നോക്കാം. നല്ല ക്വാളിറ്റി ബാഗ്സ് ആണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ലെവി ബ്രാൻഡ്. 1,100 rupees card at 11 price. Worth of 1210. റീചാർജ് ചെയ്യാനാണ് കേട്ടോ. കാർഡില് അല്ല നമ്മള് മൊബൈൽ യൂസ് ചെയ്തു. അത് കാർഡ് എക്സ്പയർ ആകും, 1 വർഷം ഉണ്ടാവും. എന്ത് വേണം അനുവിന്? ഒരു ബാർബീനെ വാങ്ങാൻ. ബാർബീനെ വാങ്ങണം. നമ്മുടെ ബാർബി. ബാർബീനെ വാങ്ങാൻ. അത് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല. വെൻഡിങ് മെഷീനിൽ പോയി കിട്ടില്ല. ഇനി വന്നതേ വെൻഡിങ് മെഷീനിൽ കളിക്കണം. അത് ചെയ്ത പിന്നെ ചെയ്തുകൊണ്ടേ ബാക്കി കളിച്ചിട്ട് നോക്കാൻ മതി. അല്ല അത് ലാസ്റ്റ് ചെയ്താൽ മതിയോ? അവരെല്ലാവരും ബിസിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ചുറ്റി നടന്ന് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അദ്വികയ്ക്ക് എന്താണെന്നറിയില്ല, കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു അവൾക്ക് ഇതിനോടൊന്നും ഇപ്പോൾ താല്പര്യമില്ല. അവൾ ഭയങ്കര ബോറിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഒന്ന് നടന്നു നോക്കിയതാണ് കേട്ടോ. ഒരു മായാലോകം അല്ലേ?
എത്ര കളർഫുള്ളാണല്ലേ ഈ പ്ലേ സ്റ്റേഷനൊക്കെ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, നമ്മൾ 90s കിഡ്സിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അനുവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു കേട്ടോ. അപ്പം ഞാൻ പതുക്കെ അവളെ അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ച് ഞാൻ അവിടെ കയറിയിരുന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അല്ലേ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊന്നും ഇല്ല. ഇത്രയും പ്രായമൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. സെക്കൻഡ് ബേസ്. ഇതാ മറ്റൊരു 80s കിഡ്. ഈ മനസ്സിന് വളർച്ച എത്താത്തവരൊക്കെ ഈ പാരൻസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുഞ്ഞുങ്ങളുടെ ടോയ്സ് അടിച്ചു മാറ്റുക. നേരത്തെ ഞാൻ ചെയ്ത പോലെ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പിടിച്ചു മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുക. പ്ലേ സ്റ്റേഷനിൽ വരുന്നത് കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ്, പക്ഷേ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ള പാരൻസ് ആയിരിക്കും അല്ലേ. അദ്വിക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. കൊള്ളിക്കോ? 3 ചാൻസിൽ കൊള്ളിക്കോ? ഒന്നാണെങ്കിൽ നോക്കാം. ഒരു ബോള ഒരു 3 പക്കത്തിൽ വേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അത് ഭയങ്കര ബോറിങ്ങും മറ്റേ ആൾക്ക് കളിച്ചിട്ട് മതിയായിട്ടില്ല. ചെറിയ ആൾക്ക് ഒരുപാട് ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല ഇവർ തമ്മിൽ. പക്ഷെ ഒരാൾ ടീനേജിലേക്ക് കടക്കുമല്ലേ. ഒരാള് കളിച്ചത് മതിയാവാഞ്ഞിട്ട് കരയുന്നു. അനുകുട്ട അയ്യേ എന്താ വിളിച്ചു വേണ്ടേ? കരയാൻ വേണ്ട, അത്രയുള്ള ഗെയിമായില്ലേ. ആ നമുക്ക് വേറെ നോക്കാം, വേറെ അറിയുന്നുണ്ടാവും. ഞങ്ങള് ഫുഡ് കഴിക്കാനിരിക്കണേ. പിന്നെ അനുകുട്ട അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വീഡിയോ എടുത്തു തരാൻ പറ്റില്ലേ? ഞങ്ങൾ ഓർഡർ ചെയ്ത മോമോസിനെയും കോക്കിനെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ 10 മിനിറ്റ് അവിടെ ഇരിക്കാൻ തുടങ്ങിയത്. അനുവിനും അധികം ഫ്രഞ്ച് ഫ്രൈസും മതിയെന്ന് പറഞ്ഞു. ഫ്രഞ്ച് ഫ്രൈസാ? ഹാപ്പി ആയോ? ഹാപ്പി ആയാനോ? ചൂടുണ്ടോ? മോമോസ് വേണ്ടേ? ഫുഡ് കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പി ആയി കേട്ടോ. ഞാനും. ഇതാണ് ഗൈസ് ഖാലി താലി. ഞാൻ വെജാണ് കേട്ടോ വാങ്ങിച്ചത്, നോൺ വേണ്ടെന്ന് വിചാരിച്ചു. ഇത് എനിക്കുള്ളതാണേ, കുൽഫിയാണേ. ഇത് 2 സ്ട്രോബെറിയാ. ഇത് പിന്നെ ബട്ടർ സ്കോച്ച് ആവും. രതീഷന്റെ ഫേവറേറ്റ്, എവിടെ പോയാലും അതേ വാങ്ങിക്കും. ഞാൻ കുൽഫി കഴിച്ചിട്ട് കുറേ ആയി കേട്ടോ. താങ്ക് യു. വെറുതെ ഒന്ന് ഞാൻ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രതീഷിന് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ ഐസ്ക്രീംസ്. അത് ഭയങ്കര ഹാപ്പി അല്ലേ, അങ്ങനെ കുഞ്ഞ് സർപ്രൈസൊക്കെ കിട്ടും. മണി പ്ലാന്റ് വാടിപ്പോയി കേട്ടോ. കുറേ ആയിട്ട് ഞങ്ങള് ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെ കൂടെ ഉള്ളതാവാ. അത് വാടിപ്പോയി. അപ്പൊ ഇവിടെ ഉണ്ടോന്ന് സെർച്ച്. ഇവിടെ അത്ര കളക്ഷൻസ് ഒന്നും ഇല്ല. ഇത് നോക്കി എന്തൊരു ഭംഗിയെ കാണാൻ. കാക്ടസ് പക്ഷേ വീടിനകത്ത് വെക്കരുത് എന്ന് പറയുന്നേക്കാം കേട്ടോ. വാസ്തുപ്രകാരമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, കാക്ടസ് ഒന്നും വീടിനകത്ത് വെക്കരുതെന്ന് പറയുന്നേക്കാം. നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടോ വാസ്തുവിൽ? എനിക്കുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു മണി പ്ലാന്റിനെ വാങ്ങിച്ചു കേട്ടോ. ഇലയൊക്കെ കേടാ. ഇത് കുറച്ച് ഡിഫറെന്റ് ആയ പോലെ ഉണ്ട്. ഇതിന്റെ പേരെന്താ പറഞ്ഞ? മാസം മാറി. ഇത് കളറൊന്നും മാറില്ല. ഇത് കറക്റ്റ് എന്നും ഇങ്ങനെ ഉണ്ടാവില്ല, ഗ്രീൻ കളറായിട്ട്. ഇത് എനിക്കിഷ്ടമായി. ഇത് നമ്മളെ നാട്ടിലെ കാണുന്ന പാനട പോലെ അല്ലേ, ഭയങ്കരമായിട്ട് വലുതാവും. ഓവറായാലും മോശം അതേപ്പോ പറഞ്ഞു. ബാൽക്കണി ചെടി കുറച്ച് ഓവറാ. ആണോ? അതിന് വെള്ളം ഒഴിക്കണം. വെള്ളം തീരെ ഒഴിക്കണില്ല ഇപ്പൊ. കാർബൺ ഡൈ ഓക്സൈഡ് വരും.
പറഞ്ഞ പാകത്തിനെല്ലാം വെക്കാവൂ. അതെന്താണു? കാരണം കാർബൺ ഡയോക്സൈഡ്സ് വരും. എന്ത് ഓക്സൈഡ്? കാർബൺ ഡയോക്സൈഡ്. ഓ, കാർബൺ ഡൈ ഓക്സൈഡ് അധികമാവും. ഓക്സിജൻ വേണേലും പ്ലാന്റ് വെക്കണേ. പക്ഷെ നമ്മള് രാത്രി ഉറങ്ങുമ്പോൾ പ്രശ്നമില്ല അല്ലേ? ഹാങ്ങിങ് ഉണ്ടോ? നല്ല ഭംഗിയിട്ട് കാണാൻ. വെയിൽ കൊണ്ട് നേരെ ഉണ്ടാവും. വിർച്വൽ റിയാലിറ്റി അത്ര അത് ഇവരുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സ്പേസ് ആണ് കേട്ടോ അടുത്തത്. അണ്ടർ വാട്ടർ പിന്നെ കുറെ ഉണ്ടല്ലേ. എന്തൊക്കെയാണോ സ്പേസ് അണ്ടർ വാട്ടർ? റോളർ കോസ്റ്ററോ? അയ്യോ പേടി. Welcome to virtual reality world. Please sit well, fasten the seat belts, put on your helmet and look ahead. The game will start. അധിക നോക്ക്. അധിക വൻ കോമഡിയാണ് കേട്ടോ. അധിക എക്സ്പ്രഷൻ ഇട്ട് തകർക്കണേ. അത് പിന്നെ കൂളാ. അവളെ മൊക്കേ കാണാല്ലേ. അതിന് മൊക്കേ കാണാൻ അതിന് പേടിച്ചിട്ട് തല പൊക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മാർസിന്റെ ഉള്ളിൽ പോയി മിൽക്കി വേ ഗാലക്സിയിലോട്ട് സണ്ണിന്റെ ഉള്ളിൽ പോയി സാറ്റലൈറ്റ് കണ്ടു. വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കഥ കേൾക്കാൻ. എനിക്കും രതീഷേട്ടനും സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കും വിർച്വൽ റിയാലിറ്റി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം അല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.